റോഡിയുടെ ആപ്പ് ചെയ്യാൻ, റോഡിയുടെ ഡെലിവറിയുടെ പരിപാടിയാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഡെലിവറി കിട്ടിയിട്ടുണ്ട്, 13 സ്റ്റോപ്പുള്ള ഒരു ഡെലിവറി കിട്ടിയിട്ടുണ്ട്. റോഡി ക്രോസ് സ്റ്റോക്കിൽ ചെന്നിട്ട് ബോക്സുകൾ പിക്ക് ചെയ്യാനുണ്ട്. ഇതിൻ്റെ റൂട്ട് ഏകദേശം ഇങ്ങനെയാണ്. അറൈവ് ബൈ 9:33 എന്നാണ് പറയണത്, പക്ഷേ ETA 9:38. അപ്പം അങ്ങോട്ട് പോകാം. വേറെ CVSൻ്റെ ഒരെണ്ണം കിടപ്പുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്, അത് എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അത് ഓഫർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പറ്റുവാണെങ്കിൽ ചിലപ്പോൾ കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. പോണ വഴിക്കല്ലേ, പറ്റുമോയെന്നറിയില്ല. എന്തായാലും ഞാൻ ക്ലിക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരെണ്ണം ഇവിടെ 13 ഇത് ഓർഡറുകളുണ്ട്. ഓക്കെ, അങ്ങോട്ട് പോകാം. അപ്പോൾ ഞാൻ പാഴ്സൽ കമ്പനിയിൽ എത്തിയിട്ടോ. പാഴ്സൽ കമ്പനിയുടെ പുറത്താണ്, കാണിച്ചു തരാം. ഇതാണ് പാഴ്സൽ കമ്പനിയുടെ ഓഫീസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആളോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് വരണം. അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട് കാറിലേക്ക് തിരിച്ച് കയറി വന്നതാണ്. ഇതാണ് പാഴ്സൽ കമ്പനിയുടെ സ്ഥലം. UPS എന്ന് പറഞ്ഞ പാഴ്സൽ കമ്പനിയാണ്. അപ്പോൾ അതിനകത്ത് കുറേ ആൾക്കാർ കണ്ടോ, വണ്ടിയിലൊക്കെ ടയറൊക്കെ ആയിട്ടാണ് പോകുന്നത്. ടയറൊക്കെയാണ് ഡെലിവറി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഡെലിവറി എന്താണെന്ന് അറിയില്ല. ഒരു നമ്പർ തന്നിട്ടുണ്ട്, 57 എന്ന നമ്പർ അവർ തന്നേക്കണേ. 57 എന്ന് പറഞ്ഞ നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പർ അവിടെ കൊണ്ട് കാണിച്ചു കഴിയുമ്പോൾ അവർ നമ്മുടെ സാധനം എന്നാന്ന് തരുമായിരിക്കും. ഇതാണ് അവസ്ഥ. പാഴ്സൽ ഡെലിവറിക്കാർ തന്നിരിക്കുന്ന ബോക്സുകളാണിത്. പിന്നെ ടയറ്, കുറേ ബോക്സ്, ടയറ്, ബോക്സ്, ഇതെല്ലാം അതിൻ്റെ അകത്ത് കുത്തി നിറച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ടയറും കൂടെ, ഈ ടയറും ഒരു ബോക്സും കൂടെ കുത്തി കയറണം അതിനകത്തേക്ക്. ഓക്കെ, ഇതാണ് പാഴ്സൽ ഡെലിവറി. ഇതാണ് നമ്മുടെ ഡെലിവറിയുടെ സാധനങ്ങൾ മുഴുവൻ. കാറിൻ്റെ ഉള്ളിൽ ഇതാണ് അവസ്ഥ. നിറച്ച് സാധനങ്ങളാണ്. ഇതായിട്ട് ഡെലിവറിക്ക് പോവുകയാണ്. മിഡ്ലോത്തിയൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോൾ ആഡംസ്കിക്ക് ടയർ കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. ഫാളിംഗ് വാട്ടേഴ്സ് ഡ്രൈവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണിത്. ഇവിടെ ഒരു വലിയ വീടുകളൊക്കെ ഉള്ള സ്ഥലമാണ്. ആദ്യത്തെ ഡെലിവറിയുടെ വീടാണിത്. അപ്പോൾ ഇതിലേക്കൊരു ബോക്സാണ് ഡെലിവറി ചെയ്യാൻ പോകുന്നത്. ബോക്സ് എടുക്കാനായിട്ട് ആദ്യം ടയർ മാറ്റണം, ഊരുമെല്ലാം മാറ്റണം. എന്നിട്ട് വേണം ഈ ബോക്സ് എടുക്കാൻ. ഇതാണ് ബോക്സ്. ഇവിടെ ഡെലിവറി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആദ്യത്തെ ബോക്സ് ഫിൽട്ടർ ബൈയിലെ. അപ്പോൾ ഈ വീടിൻ്റെ ഇവിടെ നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് നോക്കി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഭയങ്കര പൈസക്കാർ താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഏരിയയിൽ കുറച്ച് വീടുകളൊക്കെ പണിയുന്നുണ്ട്. അത് ഒരു പുതിയ വീട് പണി തീർന്നിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ വേറൊരു വീട് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ വീടിൻ്റെ മേൽക്കുര. ഇതിൻ്റെ സൈഡിലൊക്കെ പ്ലാസ്റ്റിക് ഒട്ടിച്ചിരിക്കുന്നു. ഇതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. ഇത് സെക്യൂരിറ്റി ഉണ്ട്. ഈ റോട്ടിലേക്ക് കയറി വന്നെങ്കിൽ സെക്യൂരിറ്റിയോട് എങ്ങോട്ട് പോകുന്നു, എന്തിനു പോകുന്നു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിനൊക്കെ ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഇങ്ങോട്ട് കയറ്റി വിടുകയുള്ളൂ. ഇതാണ് ടയർ ഡെലിവറിയുടെ സ്ഥലം. ഇതിനകത്ത് ഓക്കെ 2 ടയറാണ് ഈ വീട്ടിലെ ഡെലിവറി നടത്തി കേട്ടോ. കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഡെലിവറി സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത വീട്ടിലേക്കുള്ള ഡെലിവറിയാണ് ഇത്. ഫിൽട്ടർ ബൈ എന്ന് പറഞ്ഞാൽ ഈ AC-യുടെയും എയർ കണ്ടീഷൻ്റെയും ഹീറ്റിങ്ങിൻ്റെ ഒക്കെ ആ സാധനത്തിൻ്റെ ഫിൽട്ടറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഫിൽട്ടർ. 2 ടയർ ഈ കാർ ഡീലർഷിപ്പിലേക്ക് കൊണ്ടു കൊടുത്തു, 2 ടയർ. അപ്പം അങ്ങനെ ഇപ്പോൾ ഇത്രയും സാധനങ്ങളുള്ളൂ കാറിൽ. കുറച്ചും കൂടെ സ്റ്റോപ്പും കൂടെ ഉണ്ട്. ഓക്കെ, അടുത്ത ഡെലിവറി ലൊക്കേഷനിലേക്ക് എത്തി. ഇതാണ് ഫിൽറ്റർ ബൈ തന്നെ. ഫിൽറ്ററിനാണ് കൂടുതലും ഇന്നത്തെ ഡെലിവറിയിലുള്ളത്. എൻ്റെ ഫിൽറ്റർ ആ വീട്ടിലേക്കാണ്, ആ കാണുന്ന വീട്ടിലേക്കാണ് ഡെലിവറി ചെയ്യേണ്ടത്. ഇതാണ് അമേരിക്കയിലെ ഒരു വീടുകളൊക്കെ ഉള്ളൊരു സ്ഥലം. ഇവിടെ പൊതുവേ അങ്ങനെ പുറത്ത് ആരെയും കാണില്ല. കുറേ വണ്ടികളൊക്കെ ഇങ്ങനെ കിടക്കുന്നുള്ളൂ. അവിടെ ആരെയും കാണുന്നില്ല. ഒരു വണ്ടി വരുന്നുണ്ട് അവിടുന്ന്. അല്ലാതെ കാര്യമായിട്ടൊന്നും ഇവിടെ പുറത്തേക്കൊന്നും അധികം ആൾക്കാരെ കാണാൻ പറ്റില്ല.
ഇവിടെ വീടുകൾക്ക് ഇങ്ങനെ മതിലുകളൊന്നുമില്ല. ഒരു കാറ് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ കാറുകൾ പോവും, ഓരോ കാറുകൾ ഇങ്ങനെ വരും നിൽക്കുന്നുണ്ട്. ഒക്കെയുള്ളൂ ഇവിടുത്തെ കാര്യം. ഇപ്പം ഞാനുള്ളത് ഈ കാർവാന എന്ന് പറഞ്ഞൊരു കാറ് വിൽക്കുന്ന കമ്പനിക്കാരുടെ പാർക്കിംഗ് ലോട്ടിലാണ്. അപ്പം ഇങ്ങോട്ട് 2 ടയർ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വന്നതാണ്. കാർവാന എന്ന് പറഞ്ഞ ഈ കാറ്, യൂസ്ഡ് കാറുകളൊക്കെ മറച്ച് വിൽക്കുന്ന ആൾക്കാരാണ്. കാറ് വീട്ടിൽ കൊണ്ട് ഡെലിവറി ചെയ്യും ഈ കമ്പനിക്കാർ. എന്താ ആ കാറ് പോകുന്നത് ചിലപ്പോൾ ഏതെങ്കിലും വീട്ടിലേക്ക് കൊണ്ട് കൊടുക്കാനായിരിക്കും ആ ടോ ട്രക്ക് കൊണ്ടുപോകുന്നത്. ട്രക്ക് കണ്ടില്ലേ, ഇവിടെയാണ് ടയർ ഡെലിവറി ചെയ്യുന്നത്. ഇത് വേറെ ഓട്ടോ പാർട്സുകാരൻ വന്ന് ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാർവാനയുടെ ലൊക്കേഷനിലാണ് 2 ടയർ നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളത്. അതുകൊണ്ട് കാർവാന എന്ന് പറഞ്ഞൊരു വലിയൊരു കമ്പനിയാണ്. എല്ലാ ഈ കാറ് വീടുകളിലൊക്കെ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യും. ഈ 2 ടയറുകൾ ഡെലിവറി ചെയ്യണം. എന്തോ ഒരു പേര്, എന്തോ ഒരു പേര്. ഇതാണ് അതിൻ്റെ അഡ്രസ്സ്.